കാത്തിരിപ്പിന്റെ കനൽ വഴികൾ കടന്ന് കാശ്മീരിന്റെ ചുണക്കുട്ടികൾ ചരിത്രമെഴുതിയ ദിനം. 67 ആണ്ടുകളുടെ കണ്ണീരും വിയർപ്പും ഇന്ന് ആനന്ദ കണ്ണീരായി ഹുബ്ലിയിൽ പെയ്തിറങ്ങുന്നു. ഇത് വെറുമൊരു വിജയമല്ല, ഇത് പാരമ്പര്യത്തിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞ കാശ്മീരിന്റെ കരുത്തുറ്റ പടയോട്ടം. മുന്നിൽ നിന്നത് 8 വട്ടം മുത്തമിട്ട കർണാടകയുടെ വമ്പന്മാർ, പിന്നിൽ നിന്നത് സ്വപ്നങ്ങൾ മാത്രം കൂട്ടിനുള്ള ഒരു നാടിന്റെ പ്രാർത്ഥനകൾ. പക്ഷേ മൈതാനത്ത് കാശ്മീരിന്റെ കാറ്റു വീശിയപ്പോൾ വമ്പന്മാരുടെ വിക്കറ്റുകൾ കടപുഴകി വീണു. ഓഗിബ് നബി എറിഞ്ഞ പന്തുകൾ തീയായി പടർന്നു. 7 വട്ടം 5 വിക്കറ്റ് നേട്ടങ്ങൾ അമാന്ത്രിക കൈകളിൽ വിരിഞ്ഞു. പരസ് ഗ്രോഡെ എന്ന നായകന്റെ തഴക്കവും കരുത്തും 10,000 റൺസിന്റെ തിളക്കമായി മാറി. ക്യാമറാൻ ഇക്ബാൽ സിക്സറുകൾ പായിച്ചു. സാഹിൽ ലോത്ര തന്റെ കന്നി സെഞ്ചുറി കുറിച്ചു. അബ്ദുൾ സമദും യാവർ ഹസനും പൊരുതി നിന്നപ്പോൾ കർണാടകയുടെ മണ്ണിൽ ജമ്മുവിന്റെ പതാക പാറിപ്പറന്നു. ഉച്ചയ്ക്ക് 2:10 ക്യാപ്റ്റന്മാർ കൈ കൊടുത്തു പിരിഞ്ഞ ആ നിമിഷം ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടു. തകർക്കാൻ കഴിയാത്ത തന്ത്രവും തളരാത്ത നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഹിമാലയത്തെക്കാൾ വലിയ വിജയങ്ങൾ കീഴടക്കാമെന്ന് ആ 12 പടയാളികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇനി താഴ്വാരകളിൽ പൂക്കുന്നത് മഞ്ഞല്ല, വിജയത്തിന്റെ വസന്തമാണ്. ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവേശം പകരാൻ ഈ ഒരൊറ്റ പേര് മതി: ജമ്മു ആൻഡ് കാശ്മീർ. അഭിമാനത്തോടെ പറയാം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിരീടമില്ലാത്ത രാജാക്കന്മാർക്ക് ഇന്ന് രഞ്ജി ട്രോഫിയുടെ സുവർണ കിരീടം സ്വന്തം.